ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സുപ്രീം കോടതിയിൽ നിർണായകമായ ഒരു സത്യവാങ്മൂലം നൽകാൻ ഒരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 10നും 50നും പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം ഇല്ല എന്ന തരത്തിൽ പ്രവേശനത്തെ എതിർത്തുകൊണ്ടാണ് പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. 2018 സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ ഭക്തരുടെ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നടന്നത്. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം ആവാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. ആ വിധിക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമല അയ്യപ്പ ഭക്തരുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് നടന്നത്. അന്ന് ഭക്തജനങ്ങളെ വെല്ലുവിളിച്ച് ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെയും മറ്റ് സ്ത്രീകളെയും 18ാം പടി കയറ്റാൻ സർക്കാർ 18 അടവും പയറ്റിയെങ്കിലും പലപ്പോഴും ഭക്തരുടെ പ്രതിഷേധത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു അർദ്ധരാത്രി 2 മണിയോടുകൂടി 2 സ്ത്രീകളെ, ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും തലയിൽ കറുപ്പ് വസ്ത്രം ധരിപ്പിച്ച് അവരെ ശബരിമലയിലെ പിന്നാമ്പുറത്തോടുകൂടി ശബരിമല സന്നിധാനത്തെത്തിച്ച് ഭക്തരെ വെല്ലുവിളിച്ച സർക്കാരിനെയും നമ്മൾ കണ്ടു. ഒടുവിൽ ഇതിന് പ്രായശ്ചിത്തമായി വീടുകൾ തോറും കയറിയിറങ്ങി സർക്കാരിന് തെറ്റുപറ്റിയെന്ന് പറയുന്ന CPM-ന്റെ നെറികെട്ട രാഷ്ട്രീയ നീക്കവും കേരളം കാണാൻ ഇടയായി. പിന്നീടാണ് ശബരിമല യുവതീ പ്രവേശ സമയത്താണ് നവോത്ഥാന മതിലെന്ന പേര് പറഞ്ഞ സ്ത്രീകളെ കൊണ്ടുവന്ന് മതിൽ കെട്ടിയ അതേ CPM ഇപ്പോൾ നിലപാട് മാറ്റുന്നത് 4 വോട്ടിന് വേണ്ടിയാണെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കൃത്യമായ തിരിച്ചറിവിന്റെ ഭാഗമായി തന്നെയാണ് ശബരിമലയിലെ ഈ നിലപാട് മാറ്റം. വിശദമായി പരിശോധിക്കാം. സർക്കാർ ഭക്തരെ ചതിക്കുകയാണോ അതോ ഭക്തർക്കൊപ്പമാണോ? അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വീണ്ടും സത്യവാങ്മൂലം നൽകാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം വിലക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബോർഡിന്റെ നീക്കം. ഒരേ സർക്കാരിന് കീഴിൽ തന്നെ 3ാം തവണയാണ് ബോർഡ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് മാറ്റം വരുത്തുന്നതാണ്. ഒരേ സർക്കാരിന് കീഴിൽ തന്നെ 3ാം തവണയാണ് ബോർഡ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റം വരുത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ലേ ഈ മാറ്റത്തിന് ബോർഡ് ഒരുങ്ങിയിരിക്കുന്നത്? തീർച്ചയായും വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത്. ആ നിലപാടുകളിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് ഒരിക്കലും ഇത് വിശ്വാസികൾക്കൊപ്പമായിരുന്നുവെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുകയും പിന്നീട് വീടാന്തരം കയറി ഇവർ മാപ്പ് പറഞ്ഞ ഒരു സംഭവം നടന്ന സമയത്ത് ഇവർ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ച് ഈ നിലപാടിൽ മാറ്റം വരുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വിശ്വാസികൾക്കൊപ്പമായതുകൊണ്ടല്ല, വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെക്കുകയും പിന്നീട് അവിടെ നിന്ന് വലിയ രീതിയിൽ പണം തട്ടിപ്പ് നടത്തുകയും ചെയ്തു. അതിപ്പോ നിലവിൽ അടുത്താണ് അത് പുറത്തു വരുന്നത്. പക്ഷെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ എന്തിന്റെ പേരിലായിരുന്നു? ഈ പറയുന്ന ഹിന്ദു വോട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് സ്വന്തമാക്കുന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു. അപ്പൊ ഈ ശബരിമല എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ബുദ്ധിമുട്ട് തന്നെ, അല്ലെങ്കിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ്. ശബരിമല സ്ത്രീ പ്രവേശനം മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലപാടിൽ ഒരു മാറ്റം വരുത്തുക. അല്ലെങ്കിൽ ഇതിപ്പോ എന്താണ്, സാധാരണക്കാരായ വിശ്വാസികളെയും അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ആദ്യം നവോത്ഥാനം എന്ന്, സ്ത്രീകൾ ശബരിമലയിൽ കയറുമ്പോൾ അത് നവോത്ഥാനം എന്ന് പറഞ്ഞ്, ചേട്ടാ ഇപ്പൊ ഞാൻ പറയട്ടെ, സ്ത്രീകളെ ശബരിമലയിൽ കയറണം അല്ലെങ്കിൽ സ്ത്രീകൾക്കും കയറാമെന്നൊരു ഇത് വരുമ്പോൾ, സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ ചെയ്യേണ്ടിയിരുന്നത് വിശ്വാസികളായ സ്ത്രീകൾ കയറുകയായിരുന്നുവെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാമായിരുന്നു. വിശ്വാസികൾ എന്ന അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനോട് അല്ലെങ്കിൽ അയ്യനോട് സ്നേഹമോ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസമോ ഉള്ള വിശ്വാസിയായ ഒരു സ്ത്രീയാണ് കയറിയതെങ്കിൽ ഞാൻ അതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, അവർക്ക് വിശ്വാസമുണ്ട്. അപ്പൊ എന്താണ്, നമുക്കറിയാം ശബരിമലയിൽ വിശ്വാസിയായ ഒരു സ്ത്രീ ഒരിക്കലും കയറാൻ പോകില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയും നവോത്ഥാനം എന്ന് പറഞ്ഞ് കേരളത്തിൽ എന്തൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ CPM ഇപ്പൊ മലക്കം അറിയുന്നത് വോട്ട് ബാങ്കുകളെ വെച്ച്, അല്ലെങ്കിൽ 3ാമതും എങ്ങനെയും അധികാരത്തിൽ വരണം, അതിന് ഹിന്ദു വോട്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂരിപക്ഷത്തെ ഒപ്പം നിർത്താൻ വേണ്ടി CPM കളിക്കുന്ന നാറിയ രാഷ്ട്രീയം തന്നെയാണ് ഈ നിലപാടിലുള്ള മാറ്റം എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. തീർച്ചയായും 2018 ഈ കേസ് ആദ്യം പരിഗണിച്ചപ്പോൾ യുവതീ പ്രവേശത്തെ അന്നത്തെ ബോർഡ് ശക്തമായി എതിർത്തിരുന്നു. അന്ന് ബോർഡിന്റെ പ്രസിഡന്റ് അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന വാദമാണ് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ഉയർത്തിയത്. എന്നാൽ 2018 സെപ്റ്റംബറിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം 2019 പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചപ്പോൾ ബോർഡ് പെട്ടെന്ന് നിലപാട് മാറ്റുകയും യുവതീ പ്രവേശത്തെ അനുകൂലിക്കുകയും ചെയ്തു. ഈ മലക്കം മറിച്ചിൽ അന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ കേസ് ആദ്യം പരിഗണിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം കോൺഗ്രസുകാരനാണ്, വിശ്വാസിയാണ്. പിന്നീട് CPM-ന്റെ ബോർഡ് പ്രസിഡന്റാണ് ഈ നിലപാട് സുപ്രീം കോടതിയിൽ മാറ്റിയത്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിശാലമായ നിയമപ്രശ്നങ്ങൾ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിന് മുമ്പാകെ എത്തുന്നത്.
ഏപ്രിൽ 7 മുതൽ കേസിൽ വാദം തുടങ്ങാനിരിക്കെ മാർച്ച് 14-നകം കക്ഷികളെല്ലാം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലേക്കാണ് പഴയ നിലപാടിലേക്ക്, അതായത് 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അരുത് എന്ന പഴയ നിലപാടിലേക്ക് മടങ്ങാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ഭക്തജനങ്ങളുടെ വികാരം കൂടി പരിഗണിച്ചാണ് ഈ പുതിയ യൂട്ടേൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വനിതാ മതിൽ തീർത്തപ്പോൾ ഇവർ പറഞ്ഞത് ആചാരങ്ങൾ ലംഘിക്കാനുള്ളതെന്നാണ്. ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. കേരളത്തിൽ മറ്റ് ആയിരക്കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ശുദ്ധിയോടുകൂടി ഏത് സ്ത്രീക്കും പ്രവേശിക്കാം, ഒരു വിലക്കുമില്ല. പക്ഷേ ഈ ശബരിമല കയറാൻ വന്ന ഈ ബിന്ദു അമ്മിണിയായാലും ശരി, കനകദുർഗയായാലും ശരി, രഹന ഫാത്തിമയായാലും ശരി, മറ്റ് വർക്കലയിലുള്ള സ്ത്രീ, ആ സ്ത്രീയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചെന്നൈയിൽ നിന്നുള്ള മനീതി സംഘമായാലും ശരി, മറ്റേ ബോംബെയിൽ നിന്നുള്ള മറ്റൊരു സംഘം, ഇവർക്കൊന്നും ഭക്തിയുടെ പേരിലായിരുന്നില്ല. ഇവര് വിശ്വാസമുള്ളവരാണ്, വിശ്വാസികളാണെങ്കിൽ ആ രീതിക്ക് മുന്നോട്ട് പോകണം. തീർച്ചയായും ഇവർ വന്നത് ഹൈന്ദവ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ശബരിമല സന്നിധാനത്തേക്ക് ഇരുമുടിക്കെട്ട്, തലയിൽ കൊണ്ടുവന്ന ഇരുമുടിക്കെട്ടിനകത്ത് നാപ്കിൻ വിസ്പർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വരെ ആരോപണം ഉയർന്നിട്ട് ആ ആരോപണത്തിന് പോലും മറുപടി പറയാൻ ഇവർക്ക് തയ്യാറായിട്ടില്ല. ഇവർ ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടാണ് ശബരിമല സന്നിധാനത്ത് കയറാതെ തിരിച്ചു പോകേണ്ടി വന്നത്. എന്നാൽ ശക്തമായ പ്രതിഷേധം, കുട്ടികളടക്കമുള്ള ചെറിയ മക്കൾ 3ഉം 4ഉം വയസ്സുമുള്ള അയ്യപ്പ ഭക്തന്മാർ കയ്യിൽ കർപ്പൂരം കത്തിച്ച് പ്രതിഷേധിച്ചത് കേരളം കണ്ടതാണ്. ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീകളും സന്നിധാനത്ത് ഞങ്ങൾ കയറണമെന്ന് പറഞ്ഞിട്ടില്ല, അവർ പറയുകയുമില്ല. കാരണം ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് ബോർഡ് വെച്ചവരാണ് കേരളത്തിലെ അമ്മമാർ. ആ ബോർഡ് വെച്ചവരിൽ കോൺഗ്രസുകാരുണ്ട്, BJP-ക്കാരുണ്ട്, CPM-ലെ സ്ത്രീകളുണ്ട്, മുസ്ലിം മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും അടക്കം വന്ന ആ ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഭക്തലക്ഷങ്ങളെ സ്ത്രീകളെ വെല്ലുവിളിച്ചപ്പോൾ, സംസ്ഥാന സർക്കാർ വെല്ലുവിളിച്ചപ്പോൾ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് അയ്യപ്പ ഭക്തരായ ഹൈന്ദവ സ്ത്രീകൾ മാത്രമല്ല, മുസ്ലിം മതവിശ്വാസികളും ക്രൈസ്തവ മതവിശ്വാസികളും അടക്കമുള്ളവരാണ്. നാമജപ പ്രതിഷേധം കേരളത്തിന്റെ തെരുവീതികളിൽ അരങ്ങേറിയപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നാരങ്ങ വെള്ളം കലക്കി കൊടുത്തതാണ് മലപ്പുറത്തിന്റെ ചരിത്രം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ വിശ്വാസ സംരക്ഷണ യാത്രകൾ നടന്നിരുന്നു, നാമജപ പ്രതിഷേധം നടന്നിരുന്നു. കാരണം അവിടെ കേരളത്തിലെ ജനങ്ങൾ മതമല്ല നോക്കിയത്, വിശ്വാസത്തെ സംരക്ഷിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഒരു വിഭാഗം CPM-ഉം CPM ഇടതുമുന്നണി നേതാക്കന്മാരും ചില CPM പ്രവർത്തകരുമല്ലാതെ ഇതിന് എതിരായിരുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ ഭയന്നിട്ടാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഭയന്നിട്ടാണ്. കേരളത്തിലെ വിശ്വാസികളെ വെല്ലുവിളിച്ച്, സ്ത്രീകളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉത്തമമായ ബോധ്യം CPM-നുണ്ട്. എന്തായാലും ശബരിമലയിലെ പവിത്രത സംരക്ഷിക്കണം. ശബരിമലയിൽ ഒരു സ്ത്രീ കയറിയാൽ അവിടുത്തെ പവിത്രത നശിക്കുമെന്ന് ഞാൻ പറയില്ല. ശബരിമലയിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കയറുന്നുണ്ട്, 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ കയറുന്നുണ്ട്. അവിടുത്തെ വിഗ്രഹത്തിന്റെ, അവിടുത്തെ പ്രതിഷ്ഠയ നൈഷ്ഠിക ബ്രഹ്മചാരിയെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ടാണ് ദേവപ്രശ്നത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനമുണ്ടത്. അത് അംഗീകരിക്കാൻ ഇവിടെ വിശ്വാസികളായ സ്ത്രീകൾ തയ്യാറാണ്. പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ചില ആക്ടിവിസ്റ്റുകൾക്കും ഫെമിനിസ്റ്റുകൾക്കും പ്രശ്നമുണ്ടെങ്കിൽ അവർ കേരളത്തിലെ മറ്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർ മറ്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നില്ല. അയ്യപ്പ ക്ഷേത്രത്തിൽ നല്ല ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ, ഞാൻ പറഞ്ഞത് വിശ്വാസികളാണ് കയറുന്നതെങ്കിൽ നമുക്ക് ഇത്രത്തോളം പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. തീർച്ചയായും ഭക്തരെ വെല്ലുവിളിക്കുന്ന അവരുടെ നിലപാട് കേരളം അംഗീകരിക്കില്ല. അവർക്ക് പിന്തുണ നൽകുന്ന ആളുകളുടെ സ്ഥാനം കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിനെ പേടിച്ചിട്ടാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ യൂട്ടേൺ അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ്. എന്തായാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതി തന്നെയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.